വിശയാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന ദിവസത്തെ വിചിന്തനത്തിനായി ദൈവത്തിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നത് സഭയെക്കുറിച്ചാണ്. ഒന്നാമത്തെ വായന നോഹയുടെ പേടകം, ആർക്ക് ഓഫ് നോവ. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന നോഹയുടെ പേടകം സഭയുടെ പ്രതീകമാണ്. റെപ്രസെൻറ്റ്സ് ദ ചേർച്ച്. രണ്ടാമത്തെ വായനയിൽ നമ്മൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ പാട്ടാണ് ഉത്തമഗീതത്തിൽ നിന്ന് കേട്ടത്. ക്രിസ്തുവാകുന്ന മണവാളനും സഭയാകുന്ന മണവാട്ടിയും. ദ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ഹിസ് ചർച്ച്. മൂന്നാമത്തേത് ലേഖനത്തിൽ നിന്ന് നമ്മൾ ലേഖനത്തിന് പകരം വായിച്ചത് വെളിപാടിൻ്റെ പുസ്തകമാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ സ്വർഗീയ ജെറൂസലേം മഹിമയണിഞ്ഞ് ഇറങ്ങി വരുന്നവളായിട്ട് കാണപ്പെടുകയാണ്. സ്വർഗീയ ഹെവൻലി ജെറൂസലേം റെപ്രസെൻറ്റ്സ് ദ ചേർച്ച്. 12 അടിസ്ഥാനങ്ങളുള്ള അപ്പസ്തോലന്മാരാകുന്ന 12 അടിസ്ഥാനങ്ങളും 12 വാതിലുകളുമുള്ള രത്നങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട, വേർച്യൂസ് കൊണ്ട് അലങ്കരിക്കപ്പെട്ട സഭയാകുന്ന സ്വർഗീയ ജെറൂസലേം. സുവിശേഷത്തിൽ ഒരു ബോട്ട് ഒരു യാത്ര പോവുകയാണ്. മറുകരയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു വള്ളം, അതിനെ കടൽക്ഷോഭത്തിൽ പെട്ടുപോകുന്ന ആ ബോട്ടിനെ തേടി വരുന്ന ക്രിസ്തു. അപ്പോൾ നമ്മളെ എല്ലാവരെയും നിത്യതയിലേക്ക് യാത്ര കൂട്ടിക്കൊണ്ടു പോകുന്ന ബോട്ടിൻ്റെ ഇമേജറിയും കൂടി നമുക്ക് തന്നുകൊണ്ട് ഇന്ന് വചനത്തിൻ്റെ വിചിന്തനം സഭയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണമെന്നാണ് നമ്മളോട് സഭാമാതാവ് ആവശ്യപ്പെടുന്നത്. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 811 മുതൽ 837 വരെയുള്ള നമ്പേഴ്സാണ് നമ്മളോട് സഭയെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. നമ്മളെല്ലാ ക്രീഡിലും നമ്മൾ ചെല്ലുന്നൊരു കാര്യമാണ്, വി ബിലീവ് ഇൻ വൺ ഹോളി കാത്തലിക് ആൻഡ് അപ്പസ്റ്റോളിക് ചർച്ച്. അപ്പോൾ ഇതെന്താണ് ഈ വൺ ഹോളി കാത്തലിക് ആൻഡ് അപ്പസ്റ്റോളിക് ചർച്ച് എന്നാണ് നമ്മളിന്ന് കാണുന്നത്. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് വെൻ വി പ്രൊഫസ് ദ ചർച്ച് ഈസ് വൺ. സഭ ഒന്നാണ് എന്ന് പറയുമ്പോൾ, ഏകമാണ് സഭ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? കാറ്റഗിസം പഠിപ്പിക്കുന്ന ഇതാണ്, ഇറ്റ് ഹാസ് ഓൺലി വൺ ഫൗണ്ടർ. ക്രിസ്തുവാണ്, ഈശോയാകുന്ന ഫൗണ്ടറാണ് സഭയ്ക്കുള്ളൂ. അപ്പോൾ സഭയുടെ ഫൗണ്ടർ സിംഗിളാണ്. അതുകൊണ്ട് സഭ വൺ ആണ് എന്നുള്ളതാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. സഭ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും സഭയുടെ സ്പിരിറ്റ്, സോൾ എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റാണ്. അത് ആഫ്രിക്കയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും സഭയുടെ സ്പിരിറ്റ് ഹോളി സ്പിരിറ്റാണ്. ഇതാണ് സഭ വൺ ആണെന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, വാട്ട് ഡസ് ഇറ്റ് മീൻ ദ ചേർച്ച് ഈസ് ഹോളി? നമുക്കറിയാം നമ്മളെല്ലാവരും പാപികളാണ്. എന്നിട്ട് നമ്മൾ സഭയെ പരിശുദ്ധയുള്ള ആൾ ദ ഹോളി ചേർച്ച് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് സഭയെ ഹോളി എന്ന് വിളിക്കുന്നത്? ദ ചേർച്ച് ഗ്യാദേഴ്സ് സിന്നേഴ്സ് ബട്ട് ഓൾറെഡി കോട്ട് ഇൻ ദ നെറ്റ് ഓഫ് സാൽവേഷൻ. രക്ഷയുടെ വലയിൽ കുടുങ്ങിയ പാപികളാണ് ചേരുന്നതാണ് സഭ എന്നാണ് കാറ്റഗിസം പഠിപ്പിക്കുന്നത്. ബിക്കോസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗോഡ് ഹു വിത്ത് ദ ഫാദർ ആൻഡ് ദ സ്പിരിറ്റ് ഈസ് ഹെയിൽഡ് ആസ് ഹോളി വൺ. സഭയുടെ അടിസ്ഥാനവും സഭയുടെ സ്ഥാപിച്ച ആളും സഭയെ നയിക്കുന്നതുമായ ദൈവം പരിശുദ്ധനായിരിക്കുന്നതുകൊണ്ടാണ് സഭ പരിശുദ്ധയായിരിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധിയിലേക്ക് വളരാനുള്ള മീൻസ് എല്ലാം സഭ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടും സഭയെ ഹോളി എന്ന് വിളിക്കുന്നു. All the means of sanctification are provided by the church, and therefore the church is called holy. And what does it mean? Catholic. Catholic എന്ന വാക്കിൻ്റെ അർത്ഥം യൂണിവേഴ്സൽ എന്നാണ്. ടോട്ടാലിറ്റി, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതെന്നാണ് കാത്തലിക് എന്ന വാക്കിൻ്റെ അർത്ഥം. 2 അർത്ഥത്തിൽ സഭ കാത്തലിക്കാണ്. ഒന്ന്, ഫസ്റ്റ്, the church is Catholic because Christ is present in her. Where there is Christ Jesus, there is Catholic Church. എവിടെയാണെങ്കിലും ഈശോമിശിഹ ഉള്ളിടത്ത് സഭയുണ്ട്, സഭയുള്ളിടത്ത് ഈശോമിശിഹായുണ്ട്. Secondly, the church is Catholic because she has been sent out by Christ on a mission to the whole human race. സെലക്ട് ചെയ്യപ്പെട്ട ആളുകൾക്ക് വേണ്ടിയല്ല സഭയുടെ മിനിസ്ട്രി. സഭ ലോകം മുഴുവനെയും, സഭയുടെ എല്ലാ മിനിസ്ട്രിയും എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. ലോകം മുഴുവനും
രക്ഷ പ്രാപിക്കണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹത്തെ സഭ ഹോൾഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് സഭയുടെ എല്ലാ ശുശ്രൂഷകളും എല്ലാവർക്കും വേണ്ടി ഓപ്പണാണ്. അതുകൊണ്ടാണ് സഭ കാത്തലിക് ആണെന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, apostolic. The church is apostolic because she is founded on apostles. 3 തരത്തിൽ അപ്പസ്റ്റോലിക്കാണ് ഒരു സഭ. ഒന്ന്, she was and remains built on the foundations of apostles, the witnesses chosen and sent on mission by Christ himself. ഈശോയുടെ കൂടെ ജീവിച്ച്, ഈശോയുടെ മരണം കണ്ട്, ഈശോയുടെ ഉത്ഥാനം കണ്ട്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ തൊട്ട് അനുഭവിച്ചറിഞ്ഞ അപ്പസ്തോലന്മാരിലൂടെ അവരുടെ ക്രൈസ്റ്റ് എക്സ്പീരിയൻസിൽ ബിൽഡ് ചെയ്യപ്പെട്ട സഭയാണ് അപ്പസ്റ്റോളിക് ചർച്ച് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, with the help of the Spirit dwelling in her, the church keeps and hands on the teaching of the apostles. അന്ന് അപ്പസ്തോലന്മാർ എന്തു പഠിപ്പിച്ചോ, ഏർലി ചർച്ചിൽ അപ്പോസൽസ് എന്തു പഠിപ്പിച്ചോ, അതാണ് ഇന്നും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിൽ നിന്നും നേരിട്ട് ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടിയ അതേ ഡിപ്പോസിറ്റ് ഓഫ് ഫെയ്ത്ത് ആണ് ഇന്നും ഈ 2000 ഇയേഴ്സിന് ശേഷവും സഭ പഠിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് സഭ അപ്പസ്റ്റോലിക് ആവുകയുള്ളൂ. ഇപ്പോൾ ഒരു പുതിയ ടീച്ചിങ് വന്നു കഴിഞ്ഞാൽ അത് സഭ അപ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ അത് അപ്പസ്റ്റോളിസിറ്റിയിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, ഷീ കണ്ടിന്യൂസ് ടു ബി ടോട്ട്, sanctified and guided by the apostles until Christ returns through their successors in pastoral office, the bishops and Pope, the successor of Peter. ഓരോ ലൊക്കാലിറ്റിയിലും അവിടുത്തെ ബിഷപ്പും, ഒരു പ്രദേശത്ത് ദ കോളേജ് ഓഫ് ബിഷപ്സും, യൂണിവേഴ്സൽ തലത്തിൽ സാർവത്രിക തലത്തിൽ മാർപ്പാപ്പയും, പത്രോസിൻ്റെ പിൻഗാമിയ മാർപ്പാപ്പയും ഇന്ന് ഈ അപ്പോസൽസിൻ്റെ റോള് ചെയ്യുകയാണ്. അതുകൊണ്ട് മാർപ്പാപ്പയോട് ബന്ധപ്പെട്ട് നിൽക്കാത്ത സഭ അപ്പസ്റ്റോളിക് ചർച്ച് ആയിരിക്കില്ല. ഒരു സ്ഥലത്തെ മെത്രാനിൽ നിന്നും ഭിന്നിച്ച് നിൽക്കുന്ന സഭ അപ്പസ്റ്റോളിക് ചർച്ച് ആയിരിക്കുകയില്ല. അപ്പസ്തോലന്മാരിൽ നിന്ന് കിട്ടിയ, ട്രഡീഷണലായിട്ട് കിട്ടിയ, ഹാൻഡ് ഓൺ ചെയ്ത് കിട്ടിയ ഫെയ്ത്ത് ഹോൾഡ് ചെയ്യാത്ത സഭ അപ്പസ്റ്റോളിക് ആയിരിക്കില്ല. ഇനി ഹൗ ഡു വി ബിക്കം എ മെമ്പർ ഓഫ് ദ ചർച്ച്? നമ്മളെങ്ങനെയാണ് സഭയിൽ അംഗമായിത്തീരുന്നത്? വാട്ട്സ് ദ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ചർച്ച്? നമ്മൾ സഭ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കുന്നത്? ഇസ് ഇറ്റ് എ റിലീജിയസ് ഓർഗനൈസേഷൻ? ഇസ് ഇറ്റ് എ ക്ലബ് ഡൂയിങ് സം സോഷ്യൽ വർക്ക്സ്, ചാരിറ്റി? ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് സഭയെക്കുറിച്ച് ഉള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ്. സഭ ഒരു രജിസ്റ്റേർഡ് റിലീജിയസ് ഓർഗനൈസേഷനാണ്. സഭ എന്ന് പറയുന്നത് ചാരിറ്റി ചെയ്യുന്ന ഒരു സംഘടനയാണ്. സഭ ഞായറാഴ്ച ഒരുമിച്ച് കൂടാനും നമുക്ക് നമ്മളെ തന്നെ ഒരു സോഷ്യലൈസ് ചെയ്യാനുള്ളൊരു ഒരു വെന്യൂ ആണ്. ബട്ട് ദ റിയൽ മീനിങ് ഓഫ് ചർച്ച് ഈസ് ദ ഫാമിലി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വീടാണ്, ദൈവത്തിൻ്റെ കുടുംബമാണ് സഭ. നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ മെമ്പർഷിപ്പ് കിട്ടുന്നത്? ഐദർ ബൈ ബർത്ത് ഓർ ബൈ അഡോപ്ഷൻ. അത്ര നമുക്ക് ഒരു വീട്ടിൽ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. ഞാൻ ദൈവത്തിൻ്റെ വീട്ടിൽ ഒരാളെ ജനിച്ചിട്ടുള്ളൂ. ഗോഡ് ഹാസ് ഓൺലി വൺ സൺ, ഓൺലി ബിഗോട്ടൺ സൺ. ആരാണത്? ജീസസ്. അപ്പോൾ ഈശോ ദൈവത്തിൻ്റെ വീട്ടിൽ ഒരാളേ ഉള്ളൂ, മകനെ ഒരാളേ ഉള്ളൂ. അപ്പോൾ നമ്മളൊക്കെ പിന്നെ എങ്ങനെയാണ് ഈ ദൈവത്തിൻ്റെ ഫാമിലിയിൽ മെമ്പറാകുന്നത്? ബൈ അഡോപ്ഷൻ. വി ആർ അഡോപ്റ്റഡ് ഇൻ ടു ദ ഫാമിലി ഓഫ് ഗോഡ് ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈശോയുടെ രക്തത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ വീട്ടിലേക്ക് മക്കളാക്കിയെടുത്തു. ഈശോ പറയുന്നുണ്ട് അവിടെ ഒരു വ്യത്യാസമില്ല. അഡോപ്റ്റഡ് മകനും ദൈവത്തിൻ്റെ ഓൺ മകനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അപ്പോൾ ആ അഡോപ്ഷൻ നടക്കുന്നതാണ് ബാപ്റ്റിസം. ദൈവത്തിൻ്റെ കുഞ്ഞായിട്ട് ദൈവത്തിൻ്റെ വീട്ടിലേക്ക് നമ്മളെ സ്വീകരിക്കുന്നതാണ് ബാപ്റ്റിസം എന്ന കൂദാശ. അപ്പോൾ അതുകൊണ്ട് ദൈവം നമുക്ക് തന്ന ഈ വലിയ ഒരു കൃപയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈ സഭ എന്ന് പറയുന്ന മിസ്റ്ററിയെ ഇപ്പോൾ നമ്മുടെ കുർബാനയിൽ പല സ്ഥലത്ത് നമ്മൾ പറയുന്നുണ്ട്. അല്ലാതെ തന്നെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടി ചൂടി നിൽക്കുന്ന സഭ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടി ചൂടി നിൽക്കുന്ന സഭ. അതാണ് സഭ ആയിത്തീരേണ്ട. സഭയുടെ ഗോൾ അതാണ്. സഭയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന, ഹോളി കുർബാന ഈസ് ഫോർ ദി
ഹോളി പീപ്പിൾ. സഭയിലെ അംഗങ്ങളെല്ലാം വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്, വിശുദ്ധരാണ്. അവർ വിശുദ്ധരാകുന്നത് എങ്ങനെയാണ്? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പിതാവായ ദൈവത്തിൻ്റെ കൃപയും പുത്രനായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും. നമ്മൾ അഡോപ്റ്റഡ് ചിൽഡ്രനോ ആയതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഒരു പ്രിവിലേജാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ. Other people call God as God, but we call our God as Father because we are children. അതുകൊണ്ട് ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന് ഒരിക്കലും ഗ്രാൻഡ് ചിൽഡ്രൻ ഇല്ല. ദൈവത്തിന് ഗ്രാൻഡ് ചിൽഡ്രൻ ഇല്ല. ദൈവമായിട്ട് നേരിട്ട് അപ്പൻ മകൻ റിലേഷൻ എല്ലാവർക്കും ഉള്ളൂ. ഒരു കാത്തലിക്കിന് ഒരാൾ ജനിച്ചു എന്ന് വിചാരിച്ച് അയാളുടെ മകൻ അല്ലെ മകൾ ഒരിക്കലും ദൈവത്തിൻ്റെ ചൈൽഡ് ആണെന്നില്ല. അൺലെസ് ആൻഡ് അൺടിൽ ഹി ഈസ് അഡോപ്റ്റഡ് ബൈ ഗോഡ്. അതുകൊണ്ട് ഞാൻ വിശ്വാസിയായിട്ട് ജനിച്ചു, എൻ്റെ കൊച്ച് അതുകൊണ്ട് ഉറപ്പായിട്ടും വിശ്വാസിയായിരിക്കും. എൻ്റെ കൊച്ച് എപ്പോഴും ദൈവത്തിൻ്റെ കുഞ്ഞായിരിക്കുന്ന നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും ബിബ്ലിക്കലി സ്പീക്കിംഗ് അങ്ങനെ ഒരു കാര്യമില്ല. ഓരോരുത്തരും ദൈവവുമായിട്ട് ഇൻഡിവിജ്വൽ സൺഷിപ്പ് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ മാത്രമേ ഈ ചൈൽഡ് ഫാദർ റിലേഷൻഷിപ്പ് വർക്കാവുള്ളൂ. നമുക്ക് അതുകൊണ്ട് സഭയുടെ ഭാഗമായിരിക്കുന്നതിലും സഭയുടെ മിനിസ്ട്രികളിൽ പങ്കുചേരുന്നതിലും നമുക്ക് അഭിമാനിക്കുകയും സഭയോട് ചേർന്ന് നമുക്ക് ജീവിത വിശുദ്ധിയിൽ വളരുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.